കേരളത്തിലൂടെ വണ്ടി ഓടിക്കുന്ന പകൽ വലിയ ദുരിതം പിടിച്ച പരിപാടിയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് കഴിഞ്ഞിങ്ങോട്ട് വടകര ഭാഗത്ത് റോഡൊക്കെ കുറച്ച് മോശമാണ്. എന്നാലും ഭയങ്കര തിരക്കുമാണ്. ഈ ലോറികളൊക്കെ ഇങ്ങനെ ധാരാളം പോകുന്നു. ഇതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഭയങ്കര പാടാണ്. രാത്രി ആവശ്യമായിട്ട് പോകാം. പക്ഷെ പകൽ പോകുമ്പോൾ കാഴ്ചകളായിട്ട് പോകാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുരിതമുണ്ട്. പിന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കരിമ്പിൻ ജ്യൂസും പിന്നെ ഈ പറഞ്ഞ പോലെ ധാരാളം ചെറിയ കടകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്തി ആസ്വദിച്ച് ജ്യൂസൊക്കെ കുടിച്ച് പോവാം. ഞാനിപ്പോൾ ഉള്ളത് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്ന സ്ഥലത്താണ്. ഇത് മാഹിക്കിപ്പുറം, അതായത് പയ്യോളിയൊക്കെ കഴിഞ്ഞിട്ട് മാഹിക്കിപ്പുറം ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈവേയിൽ നിന്നും ലെഫ്റ്റ് എടുത്ത് ഒരു 1/2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സ്ഥലം എത്തും. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ പ്രദർശനങ്ങളും പിന്നെ അതിൻ്റെ സെയിലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ വളരെ നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഏരിയയും പിന്നെ കുറച്ച് നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ കുളങ്ങളുണ്ട്, നല്ല രീതിയിലൊരു കുളമുണ്ട്. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. കുട്ടികൾക്ക് ചിലവഴിക്കാൻ പറ്റിയ, കുട്ടികൾക്കും ഫാമിലിയായിട്ടും കുറച്ചധികം സമയം ചിലവഴിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടു നോക്കാം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ പ്രവേശനം. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കുളമാണ്. ആ കുളം കടന്നങ്ങോട്ട് പോകുമ്പം കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഹാള് കാണാം. അതിനപ്പുറത്തായിട്ട് നമുക്ക് ഒരു ബോട്ടിംഗ് കൗണ്ടറും പിന്നെ കുറേ ലഘുഭക്ഷണ വിൽപ്പനശാലകളും കാഫറ്റീരിയയും ഒക്കെ അവൈലബിൾ ആണ്. ഈ ബോട്ടിംഗ് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. 50 രൂപ വെച്ചിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 14 പേർക്ക് കയറാവുന്ന ഒരു ബോട്ട് അവിടെയുണ്ട്. അതേപോലെ സ്പീഡ് ബോട്ടും ഉണ്ട്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഫാമിലി ആയിട്ട് വരുന്ന, കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥല സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോരോ കൂടാരങ്ങൾ പോലെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഓരോ ആൾക്കാരിരുന്ന് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചകിരിനാര് കൊണ്ടുള്ള ഓർണമെന്റ്സ്, പിന്നെ പലതരം ചകിരി കൊണ്ടുള്ള കാര്യങ്ങൾ മറ്റുമൊക്കെ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ശരിക്കും നല്ല കഴിവുള്ള ആൾക്കാർ ധാരാളം ഇവിടെയുണ്ട്. ശരിക്കും വന്ന് കണ്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണിത്. ജൂട്ട് കൊണ്ട് നിർമ്മിച്ച ഫയൽ ഹോൾഡർ, പിന്നെ പേഴ്സ്, വാളറ്റ്, പലതരത്തിലുള്ള പേഴ്സുകൾ, പല പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. സമയം സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ഇവിടെ വരുന്നത് തികച്ചും കംപ്ലീറ്റ്ലി വർത്താണ്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. എന്നിട്ട് അത് കണ്ട് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങളുണ്ട്. ഇറ്റ്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കേരളത്തിൽ. ഇതിൻ്റെ ബ്രില്യൻ്റ് ഐഡിയ.
ഇറ്റ്സ് വെരി വെരി ഗുഡ് പ്ലേസ്. ഞാൻ ശരിക്കും 100% ആത്മാർത്ഥതയോടെ ഈ ഭാഗത്തൂടെ പോകുന്ന എല്ലാ ആൾക്കാരും ഇവിടെ കയറി സന്ദർശിച്ചു പോകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായും എല്ലാവരും വന്ന് കാണുക. ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നെ വന്നോളൂ. ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്.